കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ നമുക്ക് ഓർമ്മയുള്ള കാലം തൊട്ടേ ഉള്ളതാണ്. കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ഇത് സംബന്ധമായി ഒരു തർക്കങ്ങൾക്കോ തർക്ക വിതർക്കങ്ങൾക്കോ അവസരമുണ്ടായിരുന്നില്ല എന്നതാണ് വലിയ യാഥാർത്ഥ്യം. എന്നാൽ 1938 വടക്കേ ഇന്ത്യയിലെ അഹ്ലെ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നോട്ടീസുകളിൽ, ചില പത്രങ്ങളിൽ നബിദിനം അനിസ്ലാമികമാകുന്നു എന്ന് എഴുതി കാണുകയും ഉമറാബാദിൽ പഠിച്ചിരുന്ന ചില വിദ്യാർത്ഥികളെന്ന് കേരളീയ വിദ്യാർത്ഥികൾ അത് കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് 1938. ഞാനിത് പറയുന്നത് നബിദിന ആഘോഷം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് പറയാൻ. അത് നമ്മുടെ കേരളത്തിൽ ഒരാൾക്ക് പോലും നബിദിനമാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് അനിസ്ലാമികമാകുന്നു എന്നുള്ള അഭിപ്രായം പോലും ഉണ്ടായിരുന്നില്ല. ഇത്ര വലിയ പണ്ഡിതന്മാർ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായി ഇത് വരുന്നത് 38 ശേഷമാണ് എന്നാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇന്ത്യ ഒട്ടാകെ ഈ കാണുന്ന സീറ കമ്മിറ്റിയുടെ കീഴിൽ നബിദിനമാഘോഷ പരിപാടികൾ നടന്നിരുന്നു. അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നത് മഹാനായ മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. അബ്ദുൽ കലാം ആസാദാണ് ഈ സംഭവവുമായി നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യയിലൊട്ടാകെയുള്ള നബിദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ മുമ്പിൽ നിന്നിരുന്നത്, വലിയ പങ്ക് വഹിച്ചിരുന്നത്. അന്ന് അവരുടെ കമ്മിറ്റി ഉണ്ടാക്കി. അതിൻ്റെ പേര് സെൻട്രൽ സീറ കമ്മിറ്റി എന്നാണ്. ഈ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പ്രിയപ്പെട്ട മുഹയ്യദ്ദീൻ അഹമ്മദ് ഖസൂരിയെ അതിൻ്റെ നേതൃത്വം ഏൽപ്പിക്കുകയും ഇന്ത്യയൊട്ടാകെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മൗലിദുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി മൗലാന അബ്ദുൽ കലാം ആസാദ് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് വെക്കുന്നുണ്ട്. തന്നെയുമല്ല, അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. ഞാനിത് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മലയാള പ്രസംഗങ്ങൾ വെള്ളിയാഴ്ച നടത്തുന്ന പ്രസംഗങ്ങൾ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ്. ഒരു പരിശുദ്ധമായ റമദാൻ ഷരീഫ് എന്ന് പറയുന്നത് പോലെ നമ്മൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധമായ എന്തോ ഒന്ന് തോന്നിപ്പോവുകയാണ്. പുണ്യ നബിയുടെ ജന്മം കൊണ്ട് പവിത്രമായ മാസം വന്നതിന് താല്പര്യമുള്ളൂ. ഈ പ്രസംഗങ്ങളിലൊക്കെയും ഈ പുണ്യ മാസത്തിൽ പുണ്യ നബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ പ്രവാചകനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്കൊക്കെ വേണ്ടത് മലയാള പ്രസംഗങ്ങൾ അതിലും കേൾക്കുന്നത് ഇത് പാടില്ല എന്നും ചൊല്ലുന്നവനൊക്കെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു എന്നും. ഇന്ന് ആളുകളെ ഇസ്ലാം എന്ന് പുറത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ആളുകൾ പറഞ്ഞു, ഒരു ഡോക്ടറെ അടുത്തേക്ക് ഒരാൾ പോയി, രോഗിയായപ്പോൾ കുട്ടീൻ്റെ അടുത്ത് പോയി, കുട്ടിയുടെ രോഗം സുഖമായി വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോവാൻ. അങ്ങനെ പോകുന്നത് ശിർക്കാവുന്നു എന്ന് പറയുന്ന ചില ആളുകൾ. കാരണം എന്താണെന്നറിയോ? അള്ളാഹു അല്ലേ രോഗം മാറ്റിത്തരുന്നവൻ. ഇദ്ദേഹത്തിൻ്റെ മനസ്സുള്ളത് ആദ്യം പോയപ്പോൾ ശരിയാക്കി സുഖമാക്കിയപ്പോൾ ഇനി രണ്ടാമതും പോകുമ്പോൾ ശരിയാകുമെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് രണ്ടാമത് ആ കുട്ടിയെയും കൊണ്ട് ആ ഡോക്ടറത്തേക്ക് പോകുന്ന ശിർക്കാവുന്നു എന്ന് വളരെ ലാഘവത്തോടെ പറയാം. ചില ആളുകൾ പറഞ്ഞു, വാക്സിനേഷൻ ഉണ്ട്, നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് കൊടുക്കണം, ഗവൺമെൻറ് അത് നമ്മൾ കൊടുക്കാൻ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, വാക്സിനേഷൻ എന്ന് പറയുന്നത് അത് ശിർക്കാകുന്നത്, ചെയ്തു പോയാൽ ശിർക്ക് ചെയ്തു പോയി. എന്താ കാര്യം എന്നറിയും? ഒരു കുട്ടിയെ അതിനുള്ള എല്ലാ ഔഷധങ്ങളും കൊടുത്തുകൊണ്ടാണ് ഉമ്മാന്റെ വയറ്റിൽ ഈ കുട്ടിയെ വളർത്തുന്നത്. അങ്ങനെ വളർത്തുന്നത് കൊണ്ടിരിക്കുന്ന ഇവന്റെ ഒരു വാക്സിനേഷൻ വേണോ? അങ്ങനെയാണെങ്കിൽ 2 പടച്ചന്മാരോ വിശ്വസിച്ചില്ലേ ഇസ്ലാം എന്ന പുറത്താണ് എന്ന് പറഞ്ഞ ചില ആളുകൾ. കാണുന്നവരും മുഴുവനും ഈ സാധനം മുമ്പിലുണ്ടെങ്കിൽ അത് എന്തും പറയാനുള്ളൊരു സാഹചര്യവും സന്ദർഭവും, അത് പറഞ്ഞാൽ ഉടനെ സ്പ്രെഡാവുന്ന രീതിയും ആധുനിക സംവിധാനങ്ങളും എന്നുള്ളത് കൊണ്ട് ചില മലയാള പ്രസംഗങ്ങളൊക്കെ വെള്ളിയാഴ്ച മനുഷ്യന്മാർ പള്ളിയിൽ വന്നിരിക്കുമ്പോഴേ അവരോർക്ക് സാരോപദേശം കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ഈ വിഷയങ്ങൾ പറയാനാണ് ഈ മാസത്തിൽ പലരും താല്പര്യം കാണിക്കുക. വളരെ മോശമാണ്. അങ്ങനെയൊന്നും പറയരുത്. പള്ളിയിൽ അങ്ങനെ ഒരാൾ ചെയ്താൽ പിന്നീട് അദ്ദേഹത്തെ തുടരാൻ പാടില്ല. ആ പള്ളിക്ക് തന്നെ പള്ളിയുടെ സ്ഥാനമില്ല, അത് അമ്പലത്തിൻ്റെ സ്ഥാനമായി. ഇതൊക്കെ പറയാൻ കേരളത്തിലെ ചില ആളുകൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബിദിനം എന്ന് പറയുന്ന ആഘോഷമായി ബന്ധപ്പെട്ടത് സന്തോഷം, അത് അവൻ്റെ വിശ്വാസിയുടെ ബാധ്യതയാണ്.
അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് തിങ്കളാഴ്ച നോമ്പ് എന്ന് പറഞ്ഞാൽ. അത് അതിൻ്റെ ബാധ്യതയാണ്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടൊരു ബാധ്യതയാണ് ഈ പറയുന്ന നോമ്പ്. അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ചോദിക്കപ്പെട്ടവ പറഞ്ഞത് ഒലിത്തു ഫീഹി എന്നാണ്. എന്നെ പ്രസവിക്കപ്പെട്ടത് എന്നാണ് തന്നെ, അതുകൊണ്ട് നോമ്പ് വലിക്കന്നെ അത് ആഘോഷമാണ്, ഒരു വഴിയാണ്, അതേ ഉള്ളൂ എന്നൊന്നുമില്ല. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫറഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആൻ പറയാൻ ഖുൽ നബിയെ തങ്ങൾ പറയണം ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് നിങ്ങൾ പറയണം, വബിറഹ്മതിഹി കാരുണ്യം കൊണ്ടും അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും, ഫബിദാലിക ഇതുകൊണ്ട് ഈ റഹ്മത്ത് കൊണ്ട് ഫദ്ല് കൊണ്ട് ഫൽയഫറഹൂ അവർ സന്തോഷിക്കട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ അവർ ചെയ്യുന്ന കൂട്ടിയ എല്ലാ നന്മകളെക്കാളും ഏറ്റവും നല്ലതാണ്. ഇവിടെ ചില ആളുകൾ ചോദിക്കും, ഏതെങ്കിലും ഒരു മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് നബിദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് പറയേണ്ട ആവശ്യം? സന്തോഷങ്ങളിലെ നബിദിനം ആഘോഷത്തിൽ മാത്രമൊന്നുമില്ല, നബി ജനിച്ചതിൽ മാത്രമൊന്നുമില്ല, കുറേ ആഘോഷങ്ങൾ നമുക്കുണ്ടാകും, അതിനൊക്കെ ഇത് നല്ല തന്നെയാണ്. ഖുൽ ബിഫദ്ലില്ലാഹ്, അള്ളാഹിന്റെ ഔദാര്യം, അള്ളാഹുവിന്റെ റഹ്മത്ത്, അതുകൊണ്ട് സന്തോഷിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഒരു സ്ഥാപനമുണ്ടായി, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് നാട്ടിൽ നല്ലൊരു ഇസ്ലാമിക് സ്ഥാപനമുണ്ടായി. ഓരോ വർഷമാകുമ്പോൾ അതിൻ്റെ 1-ാം വാർഷിക സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്. അത് വാർഷികാഘോഷം തന്നെയാണ്. അത് അള്ളാഹിന്റെ ഒരു നിയമത്താണ്. ആ നിയമത്തിനുള്ള ശുക്റാണത്. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ നമ്മളോട്, ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ നമ്മളോട്, അള്ളാഹുവിന്റെ ഔദാര്യങ്ങളെ കുറിച്ച് നിഅമത്തുകളെ കൊണ്ട് നിങ്ങൾ പറയണം ആളുകളോട്. അത് പറഞ്ഞു കൊടുക്കലാണ്. ഒരു സ്ഥാപനത്തിന്റെ വാർഷികമാഘോഷം, ആഘോഷം 2 ഉള്ളൂ എന്ന് പറഞ്ഞത് ഏതാണ്? അത് നമ്മളോട് ചെയ്യണമെന്ന് കൽപ്പിച്ച ആഘോഷങ്ങളാണ്. അതല്ല അത് പിന്നെ ആഘോഷമൊന്നുമില്ലേ? ഇഷ്ടം പോലെ ആഘോഷങ്ങളുണ്ട്. എന്നിട്ട് ഇതിന്റെ പേരിൽ കേരളത്തിലെ എന്നല്ല ലോകത്ത് ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ മുഴുവനും ഇസ്ലാമിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയിലുള്ള മലയാള പ്രസംഗങ്ങൾ സന്ദർഭോചിതമായി പറയുന്നു. ഈ സമൂഹത്തിന് വളരെ മോശമായ ചിന്താധാരകളിലേക്ക് അത് കൊണ്ടുപോകാനേ ഉതകൂ എന്ന്. നന്മയുടെ വഴിയിലേക്ക് മനുഷ്യനെ തിരിച്ചുവിടാൻ കഴിയില്ല. മനുഷ്യന്മാർക്കതിൽ പരസ്പരം സ്പർദ്ധയുണ്ടാക്കാനേ സാധ്യമാവുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അബ്ദുൽ കലാം ആസാദാണ് സെൻട്രൽ സീറ കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത്. അദ്ദേഹം ആ മൗലിദ് പരിപാടികൾ ഇന്ത്യയിലൊട്ടാകെ നടത്തുന്നതിനു വേണ്ടി എന്താ ചെയ്യുന്നറിയോ? റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഉറുദുവിൽ നല്ല ലഘുലേഖകൾ ഉണ്ടാക്കും. ആ ലഘുലേഖകൾ വിതരണം ചെയ്യും. അത് പ്രാദേശിക ഭാഷകളിലേക്ക് പ്രവാചകനെ കുറിച്ചുള്ള, പ്രവാചകന്റെ സ്വഭാവങ്ങളെ കുറിച്ച്, അതുപോലെ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് അത് പ്രാദേശിക ഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്യും. എന്നിട്ട് ആളുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. അത് റബീഉൽ അവ്വലുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിന്റെ ഭാഗമാണ്. മഹാനായ ഖസൂരിയെ കുറിച്ച് പറഞ്ഞില്ലേ? മഹാനായ അബ്ദുൽ കലാം ആസാദ് സീറ സെൻട്രൽ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്നത് മഹാനായ മുഹയ്യിദ്ദീൻ അഹമ്മദ് ഖസൂരിയെയായിരുന്നു. അബ്ദുൽ കലാം ആസാദിന് റാഞ്ചിയിൽ തടങ്കിലാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായ അഹമ്മദ് ഖസൂരിയെയും പിടിച്ചുകൊണ്ടുപോയി തുറുങ്കിലടച്ചു. ഇത് മഹാനായ അബ്ദുൽ കലാം ആസാദ് അറിഞ്ഞപ്പോൾ ഇന്ത്യയിലൊട്ടാകെ സീറ സെൻട്രൽ കമ്മിറ്റിയുടെ സീറ പരിപാടികളുമായി പുണ്യനബിയുടെ സീറ പറയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മഹാനായ അഹമ്മദ് ഖസൂരി തടങ്കിലാക്കപ്പെട്ടു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി. ആ എഴുത്തിൽ അദ്ദേഹം എഴുതി എങ്ങനെയാണ്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് പകരം എന്റെ കാലിൽ 10 ചെങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായിരുന്നത്. ഈ അഹമ്മദ് ഖസൂരിയെ നിങ്ങൾ തടങ്കിലാക്കാൻ പാടില്ലായിരുന്നു എന്ന് ആത്മകഥയിൽ എഴുതിയത് അദ്ദേഹമാണ്. ഇന്ത്യ ഒട്ടാകെ ഞാൻ പറയുന്നത് ഈ സീറ സെൻട്രൽ കമ്മിറ്റിയാണ് ആഘോഷം നടത്തിയത്. JDB ഇസ്ലാമൊക്കെയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സ്ഥാപനങ്ങളാണ് നമ്മളെ കോഴിക്കോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു മാസം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് എന്ത് തെറ്റാണുള്ളത്? ഖുർആൻ ഇങ്ങനെ തുറന്നങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് ഏതുമാവാം, എന്ത് സന്തോഷങ്ങളുമാകാം. അതുകൊണ്ടെടുത്ത് പറയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അനുഗ്രഹമാണ് എന്ന് ഖുർആൻ. ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അനുഗ്രഹം നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? ഇതൊരു വലിയ അനുഗ്രഹമാണല്ലോ. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ അനുഗ്രഹം ഏതാണുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, അനദഅവതു അബി ഇബ്രാഹിം, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് ഞാൻ.
റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിതാമഹൻ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയാണ് ഞാൻ വബിശാറത്തു ഈസ, മഹാനായ ഈസ പ്രവാചകന്റെ സന്തോഷ വാർത്ത അറിയിക്കലുമാണത്. എന്റെ ശേഷം ഒരാൾ വരാനുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഞാനാകുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ സ്വപ്നവുമാകുന്നു ഞാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ സ്വപ്നമാണ്. ആമിനാബിയുടെ സ്വപ്നം കണ്ടത് മങ്കോസമോലൊക്കെ നമ്മൾ കുറെ കാണുന്നില്ലേ, പറയുന്നില്ലേ, ആ സ്വപ്നമാണത്. അതും കൂടി അതിന്റെ യാഥാർത്ഥ്യമാണ് ഞാൻ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ആളുകളെ കുറിച്ച് പുകഴ്ത്താനും പറയാനും ഒക്കെ പ്രത്യേകമായ പാസിന്റെ ആവശ്യമുള്ള ഖുർആൻ തന്നെ പറയുന്നില്ലേ. മഹാനായ യഹ്യാ നബിയെ കുറിച്ച് പറയാൻ, വകാന തഖിയാ, അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വലിയ മുത്തഖിയായിരുന്നു. വബറം ബിവാലിദൈ, അങ്ങനെയുള്ള ആളായിരുന്നു. ഉമ്മാക്കും ബാപ്പാക്കും വല്ലാതെ ഗുണം ചെയ്യുന്ന. വലം യകുൻ ജബ്ബാറൻ നസിയ, അദ്ദേഹം ധിക്കാരിയായിരുന്നില്ല, വേണ്ടാത്രങ്ങൾ ചെയ്യുന്ന ആളായിരുന്നില്ല. ഇത് ഒരു പ്രവാചകനെ കുറിച്ച് വായിത്തലാണ്. അങ്ങനെ വായിത്തുമ്പോഴേക്കാണ് എന്നെ വായിത്തരുതേ എന്ന് പുണ്യനി പറഞ്ഞിട്ടില്ലേ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ വായിത്തപ്പെട്ടവൻ എന്നാണ്. അപ്പൊ ഈ വായിത്തപ്പെട്ട എന്നെ വായിത്തരുതേ എന്നല്ല, വായിത്തെന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ചെയ്ത പോലെ ദൈവമാക്കി മാറ്റിയവർ, അതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. ഞങ്ങൾ ഇലാഹ് ഒറ്റ ഇലാഹ് മാത്രം മതിയോ ഞങ്ങൾക്ക്? ഞങ്ങൾ ഇലാഹുകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കാണോ വേണ്ടത്? ഈ പറഞ്ഞ ടീമിനോട് പറഞ്ഞതൊക്കെയാണ് ഈ പറയപ്പെട്ട തൗഹീദിന്റെ ആളുകളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ മലയാള പ്രഭാഷകന്മാർ നടത്തുന്നത് എന്ന് ദുഃഖകരമാണിത് എന്ന് സന്ദർഭോചിതമായി ഞാൻ പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹനുൽ ആഖിറൂൻ, നമ്മൾ അവസാനത്തെ ടീമാണ്. വനഹനു സാബിഖൂൻ, എന്നാൽ നമ്മൾ സാബിഖീങ്ങളാണ്. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മൾ ചില്ലറക്കാരൊന്നുമില്ല. എന്നിട്ട് പറയുന്നു, ഞാൻ ഫഖ്ർ പറയുന്നില്ല, ഞാനൊരു വർത്താനം പറയാൻ. എന്താ അറിയോ? ഇബ്രാഹിം ഖലീലുല്ലാഹ്, ഇബ്രാഹിം നബി അള്ളാന്റെ ഖലീലാണ്, അവർ വായിക്കുകയാണ്. മൂസ സഫിയുല്ലാഹ്, മൂസ നബി അള്ളാന്റെ സഫിയാണ്. അലാ, ഇനി അറിഞ്ഞോളണം, അന ഹബീബുല്ലാഹ്, അന ഹബീബുല്ലാഹ്, അന ഹബീബുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഹബീബാവുന്നു എന്നും. വലാ ഫഖർ വമഅയ ലിവാഉൽ ഹംദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലിവാഉൽ ഹംദ, പതാകവാഹകൻ ഞാനാണ്. പ്രവാചകൻ തന്നെ വായിക്കുന്ന രീതിയിൽ പറയാൻ. ഇനി ഖുർആൻ നോക്കും നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന ആമനു വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറഹും റുക്അൻ സുജ്ജദാ. ഈ സൂറത്ത് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സൂറത്തുൽ ഫത്തിഹാണ്. സൂറത്തുൽ ഫത്തിഹിൽ തുടങ്ങുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് പ്രവാചകനെ അല്ലാഹ് ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. യാ മുഹമ്മദ് എന്നുള്ളൊരു പ്രയോഗം എവിടെയും കാണില്ല. കുറഞ്ഞ വാക്കുകളെ ഖുർആനിലുള്ളൂ. കുറഞ്ഞ 2-3 സ്ഥലത്ത് പ്രവാചകന്റെ പേരേ ഉള്ളൂ. ആ സ്ഥാനത്ത് മൂസാ നബിയും ഈസാ നബിയും ഒക്കെ ഇഷ്ടം പോലെ വന്നു. അതൊക്കെ ചില പറയാറുണ്ട്. അപ്പോ മുഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കുറച്ച് പറഞ്ഞുള്ളൂ. അതൊക്കെ റസൂല്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. യാ നബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അയ്യുഹൻ നബിയു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന. യാ മുഹമ്മദ് എന്നുള്ളൊരു പ്രയോഗം ഖുർആനിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ആയത്ത് 29-ാമത്തെ അവസാനത്തെ വചനമാണ് സൂറത്തുൽ ഫത്തിഹിന്റെ. എത്ര അക്ഷരം ഇതിനകത്ത് ഉള്ളതെന്നറിയോ? 29 അക്ഷരം. 28 സാധാരണ. ഹംസി കൂട്ടൽ 29ആയി. ഈ 29,000 അക്ഷരങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു ആയത്താണിത്. മഹാനായ പ്രവാചകനെ കൊണ്ട് തുറങ്ങുന്ന ഈ വചനം ഏറ്റവും വലിയ ആയത്ത് ഏതെന്നറിയൂ? അത് ദൈനിന്റെ ആയത്താണ്. അത് ബഖറ സൂറ അവസാനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈൻ ഇലാ അജലിൻ മുസമ്മൻ വക്തുബു എന്ന് തുടങ്ങുന്ന ഒരു പേജ് മുഴുവനുമുണ്ട്. താജലിൻ മുസാഫിർ ഒരു പേജ് മുഴുവനും ഒരൊറ്റ വചനമാണ്. അതിൽ തന്നെ 2-3-4 അക്ഷരങ്ങളില്ല എന്നുള്ളതാണ്. അത്ര വലിയ ആയത്തിൽ പോലും ഇല്ല. പക്ഷെ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, ഈ വചനം 29-ാമത്തെ വചനമാണ്. 29 അക്ഷരങ്ങളും അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 29 അക്ഷരങ്ങളുണ്ട്. സൂറത്താണെങ്കിലോ 21 സൂറത്തും ആയത്തുമാണിത്. ഇതൊരു വളരെ അത്ഭുതമായി നമുക്ക് തോന്നാം. അപ്പൊ ഇതൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയിത്താൻ വേണ്ടി പറയാം. ചിലർ പറയും, ആരെങ്കിലും ഇങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു, മുൻഗാമികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയാറില്ലേ? ഉണ്ടല്ലോ. മഹാനായ ഹസൻ ബസീർ നമുക്കറിയാമല്ലോ.
60ഓളം ബദരീങ്ങളെ കണ്ടവരാണ്. ബദരീങ്ങളിൽ നിന്ന് ബദൽ പടവെട്ടിയ മഹാന്മാരായ സഹാബിവര്യന്മാര്. 300ഓളം വരുന്ന സാദാ സഹാബാക്കളെ കണ്ട മഹാനാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. മൂപ്പര് പറഞ്ഞത് ലൗ കാന ലി മിസ്ലു ജബലി വഹദിൻ ദഹബ ലഅൻഫഖതു ലഖറാഅത്തി മൗലിദ് റസൂലില്ലാ. എനിക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ഞാനത് റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ഞാനത് ചെലവഴിക്കും. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മൗലിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് റസൂലിനെ കുറിച്ചിട്ട് എങ്ങനെ പറയാം? നമ്മൾ വീടാന്തരത്തിൽ ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്നറിയോ? ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. മഹാന്മാരായ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദിക്റു ഫളാഇൽ അംബിയാഇ വൽ ഔലിയാ വസീറത്തുഹും വമാ ദാലിക യുക്സറു ഫീ സ്വലാത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉൽ മുഅ്മിനീൻ. ഇതാണ് മൗലിദ്. നമ്മളെ വീടുകളൊക്കെ നടത്തുന്നില്ലേ ആ മൗലിദ്? ഞാനിത് പറഞ്ഞെന്നറിയോ? ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യം കാണിക്കാറില്ല. പക്ഷെ പല മലയാള പ്രസംഗങ്ങളും മിമ്പറിൽ നിന്ന് ഈ സമാസം വരുമ്പോൾ ഒരു സമൂഹത്തെ നിശിതമായി വിമർശിക്കുവാനും ഇസ്ലാം നിന്ന് പുറന്തള്ളാനും അതിന് ഭ്രഷ്ട് കൽപ്പിക്കുവാനും പുതിയ പുതിയ പുത്തൻ കൂറ്റുകാരുടെ ചില ശബ്ദങ്ങൾ കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. ഇതൊക്കെ അടിസ്ഥാനപരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. മഹാനായ ഹസൻ ബസരി ആരെന്നറിയോ? പിന്നെ പറയാറുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മുഹമ്മദ് മൗലവിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതാണ് പറഞ്ഞത്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. തിരിയിലെ ഹസൻ ബസരി പറയുന്നത് പ്രവാചകന്റെ സഹാബാക്കളുടെ കാലത്തുണ്ടായിരുന്ന, നൂറ്റാണ്ടിലുണ്ടായിരുന്ന, ആദ്യം തന്നെ ഉണ്ടായിരുന്ന ഹസൻ ബസരി പറയുന്നു മൗലിദ് ചെലവായി പോകുന്നു. അപ്പൊ ഈ പറഞ്ഞ എന്താണ്? ആധുനിക രീതിയിലുള്ള മൗലിദ് നടന്നത് ഹിജ്റ 300 ശേഷമാണ് എന്നാണ്. കാരണം എന്തുകൊണ്ട്? ഇവരൊക്കെ പറഞ്ഞിങ്ങനെയാണ്. ഹിജ്റ 300 ശേഷം ആ മഹാൻ തന്നെ പറയുന്നുണ്ട്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. അതതിനപ്പുറം പറയുന്നുണ്ട്. അതാരും കാണാറില്ല. ഇത് പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നിപ്പോ നമ്മൾ പറയാൻ ഇപ്പത്തെ നമ്മളെ മൗലിദൊക്കെ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് തുറന്നിട്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിരുന്നത് എന്താ? ഇന്നത്തെ രീതിയിലുള്ള സംവിധാനം. പണ്ട് ഈ ദഫൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തതല്ല ഇന്ന്. അത് ഇപ്പൊ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മുമ്പില്ല എന്നാണോ? മുമ്പ് വേറെ രീതിയിലുണ്ട്, ഇന്നത്തെ ആധുനിക രീതിയിലില്ല എന്നാണ് അടുത്തുള്ളത്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ആളുകളെ കൺഫ്യൂഷനാക്കി എന്തിനാണ് ഈ മലയാള പ്രഭാഷണങ്ങളിൽ ഈ പാവപ്പെട്ട സമൂഹത്തിന്റെ മനസ്സിലേക്ക് വിഷവിത്തുകൾ ഇട്ട് കൊടുക്കുന്നത്? വളരെ മോശമല്ലേ? ആരാ പറഞ്ഞത്? ഇത് നോക്കിക്കോളൂ. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് വലിയ മഹാനല്ലേ? എവിടെ ഉള്ളത്? അവരൊക്കെ രേഖപ്പെടുത്തി ഇആനത്തു താലിബീൻ ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഖൂൽ ഫി കിതാബിൽ വസായിൽ മഹാനായ സുയൂത്തി റഹിമഹുല്ലാഹ് പറയാൻ, മാ മിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ല ഖുറിയ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫ്ഫത്തുൽ മലായിക ബി അഹ്ലി ദാലിക്കൽ മക്കാനി വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ. അദ്ദേഹം പറയാണ്, എന്താ പറഞ്ഞത്? വസായിരി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയാൻ, മാമിൻ ബൈത്തിൽ വീടുമില്ല, ഒരു പള്ളിയുമില്ല, ഒരു മഹല്ലുമില്ല, അവിടെ പ്രവാചകന്റെ മൗലിദ് നബി ഓതുന്നുണ്ട്. അങ്ങനെ ഓതുമ്പോൾ ഇല്ലാ ഹഫ്ഫത്തുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യുമെന്നാണ്. ബി അഹ്ലി ദാലിക്കൽ മക്കാൻ വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ. ഇതൊക്കെ ഇന്ന് ഈ സംഘടനകളൊക്കെ 900 സംഘടനകൾ നമ്മുടെ കേരളത്തിൽ വരുന്നതിന് മുമ്പ് മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ച സംഭവങ്ങളായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ആളുകടയിൽ കൺഫ്യൂഷനാക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്, സന്ദർഭോചിതമായി ശ്രദ്ധിക്കേണ്ടത്, കാലോചിതമായി കാര്യങ്ങൾ ബോധവാന്മാരാവേണ്ടത് ആവശ്യമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ എപ്പോഴും ശ്രദ്ധയോടുകൂടി സംസാരിക്കാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് മൗലിദാണ് ഓതിയത്? ഉമറുൽ ഫാറൂഖ് നമ്മൾ ചോദിക്കുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു മുസാഫ ഓതി വെച്ചാൽ ഒരു മുസാഫ് ഓതിയിട്ടില്ല. നമ്മളെ പള്ളിയിൽ കുറെ മുസാഫുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു മുസാഫ് വൃത്തങ്ങൾ ഓതുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദുനിയാവിൽ? ആരും കണ്ടിട്ടില്ല. എന്താ കാര്യം? മുസാഫില്ല. റസൂലുള്ളാഹിയുടെ കാലത്ത് റസൂലുള്ളാഹി മുസാഫ് എടുത്താൽ മോനെ എന്ന് പറഞ്ഞു കേട്ടോ? മുസാഫ് എടുക്കുന്നതല്ല, നമുക്ക് മുസാഫാണ്. എന്നാ പോട്ടെ, ഒരു 300 വരെ അതിന് പുള്ളിയും കുത്തുമൊക്കെ ഉണ്ടോ? അതുമില്ല. പിന്നെ ഇപ്പൊ നമ്മളെ മുസാഫ് നിറച്ച് സാധനങ്ങളാണ്. അതിൽ മൊത്തം കുത്തും വരയും എല്ലായിടത്തും മദ്ദും ശബ്ദം പുള്ളിയും. ഇത് കുറച്ച് പിന്നെ വന്നതാണ്. ഇതൊക്കെ ഇസ്ലാം പുതുതായി ഉണ്ടാക്കിയതാണ്. ഒക്കെ തെറ്റാണെങ്കിൽ ആദ്യം മാറ്റിവെക്കേണ്ടത് പവിത്രമായ വിശുദ്ധമായ ഖുർആനാണ്. ഇതൊക്കെ ചിന്തിക്കണ്ടേ നമ്മൾ? ഇതൊക്കെ ചിന്തിക്കാൻ നമ്മൾ വേണ്ടത്. ഈ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും നമ്മൾ കാണാൻ. ഇക്ബാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പറയാൻ ജനങ്ങളുടെ കണ്ണുകൊണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ടേയിരിക്കും. പ്രവാചകനെ കുറിച്ചുള്ള ഈ ആഘോഷങ്ങളും പരിപാടികളും അതുപോലെ നബിദിനങ്ങളും മൗലിദുകളും അത് എന്നും കൺകാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്.
നബിയുടെ ഉന്നതിയെ കുറിക്കുന്ന ഈ ആയത്ത് നോക്കിയ പോരെ. നിങ്ങളുടെ മഹത്വത്തെ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞത് കേട്ടാ പോരെ. ഇത് മതിയില്ലേ? എല്ലായിടത്തും നബിയാണ്. പള്ളിയിൽ അള്ളാന്റെ കൂടെ നിങ്ങൾ ആരും പറയുന്നത് അള്ളാന്റെ കൂടെ നബിനെ പറയാത്ത ഇടം എവിടെയുള്ളത്? നിങ്ങൾ അള്ളാന്റെ കൂടെ ഒരാളെയും വിളിക്കുന്നത് കഴിഞ്ഞാൽ നബിനെ നമ്മൾ എപ്പോഴും വിളിക്കുകയാണ്. 5 നേരം അള്ളാന്റെ കൂടെ വിളിക്കുന്നത് റസൂലുള്ളാഹിനെയാണ്. ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ആ കുട്ടിയെ അള്ളാന്റെ കൂടെ വിളിക്കുന്നത് മുഹമ്മദ് നബിയാണ്. അത് ആരാധന ഭാഗമല്ല. വിളിച്ചു എന്ന് വിചാരിക്കുമ്പോഴേക്കിന് അത് അള്ളാഹുനെ പോലെയാവൂല. സബാനെ താബൂദ് ദർ ദഹാനെ ജായിൻഗീർ സനായെ മുഹമ്മദ് ഭൂദ് ദിൽ ഫസീർ ദിൽ ഫസീർ. ഓരോ കവിതകളാണ്. സബാനെ താബൂദ് ദർ ദഹാനെ ജായിൻഗീർ, വായിൽ നാവുണ്ടാവുമ്പോഴൊക്കെയും സനായെ മുഹമ്മദ് ഭൂദ് ദിൽ ഫസീർ ദിൽ ഫസീർ, ഹൃദയം ഇഷ്ടപ്പെട്ടതായി നബി കീർത്തനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മുഹമ്മദുൻ അശ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ, വായിക്കപ്പെടേണ്ട പ്രവാചകൻ അള്ളാന്റെ റസൂൽ, അബ്ദുഹു വ റസൂലുഹു എന്ന് നമ്മൾ പറയാം. ഇബ്നുഹു എന്നല്ല നമ്മൾ പറയുന്നത്, അബ്ദുഹു വ റസൂലുഹു എന്നാണ്. അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ അടിമയാണ്, ഉടമ പടച്ചവനാണ്. ആ പടച്ചവന്റെ അടിമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഒന്നുകൂടി കേട്ടോളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരുമ്പോൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. കേരളത്തിൽ 938 വടക്കേ ഇന്ത്യയിൽ നിന്ന് അഹ്ലെ ഹദീസിന്റെ പത്രത്തിൽ കണ്ടതാണല്ലോ. ഇനി കേരളത്തിൽ നോക്കിക്കോളൂ. ഇന്നിപ്പോ ചില ആളുകളൊക്കെ ഇത് വേണ്ടാന്ന് പറയുമ്പോഴേ ഒരു കാര്യം നോക്കിക്കോളൂ. 937 KM മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഹെഡിങ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മുർഷിദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ ഹെഡിങ് അൽ മൗലിദുൻ നബീന. ആരാ ഇത് പറഞ്ഞതെന്നറിയോ? കേരളത്തിൽ നവോത്ഥാനം സൃഷ്ടിച്ച ആളുകൾ. അദ്ദേഹം പറയാൻ, റബീഉൽ അവ്വൽ മാസം ഇതാ, ശ്രദ്ധിക്കണേ, ഞാൻ അവസാനിപ്പിക്കാൻ. റബീഉൽ അവ്വൽ മാസം ഇതാ സമാഗതമായി കഴിഞ്ഞു. 938 വിഷയം കേട്ടോ. അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു. ഏത് റബീഉൽ അവ്വൽ ആനന്ദിപ്പിക്കുന്നുണ്ട്. പിന്നെയോ നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു. പിന്നെയോ നമ്മുടെ ഹൃദയം വികസിക്കുന്നു. നബിന്റെ റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും ഹൃദയം ചാഞ്ചാടുകയാണ്. നമ്മുടെ ഹൃദയം വികസിക്കാൻ ഓരോ മുസ്ലിമിന്റെ മുഖ കമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കണിയാടുന്നു. സന്തോഷം കൊണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നറിയുന്നില്ല. ഓരോ ഭക്തനും സന്തോഷാശുക്കൾ പൊഴിക്കുന്നു. കണ്ണീർ സന്തോഷം കൊണ്ടുണ്ടല്ലേ കണ്ണീർ പൊഴിക്കൽ എന്ന് എന്തുകൊണ്ടായതെന്നറിയോ? മൂപ്പര് ചോദിക്കാൻ എന്നാൽ നേട്ടോളൂ. എന്തുകൊണ്ടെന്നറിയോ? മാനവലോകത്തിന്റെ ഐഹികവും പാർത്തികവുമായ സർവ്വവിധ സൗഭാഗ്യത്തിനുമുള്ള മാർഗങ്ങൾ വെട്ടി തെളിയിച്ചു തന്ന ആ പുണ്യപുരുഷൻ, ആ ലോകത്തിന്റെ അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട ആ പുണ്യമാത്മാവ് ഷഫീന മുഹമ്മദ് റസൂലുള്ളാഹ് തന്റെ സ്പർശം കൊണ്ട് ഈ ഭൂമി അനുഗ്രഹിച്ചത് ഇതുപോലുള്ള റബീഉൽ അവ്വൽ 12 ദിവസത്തിലാണ്, ഈ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ അല്ലാതെ സന്തോഷിക്കുന്നത് എന്ന് 937 പറയാം. ഇനി കൂടുതലും പറഞ്ഞാവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു മനുഷ്യനും ഇത് എതിർത്തിരുന്നില്ല. 38 ആരോ കൊണ്ടുവന്നു, ഇപ്പൊ ഇതാർക്കും കണ്ടുകൂടാ എന്നുള്ള രീതിയിൽ. എന്നാൽ ലോകം മുഴുവനും പ്രവാചകന്റെ ജന്മദിനവുമായി ഇത് വാരിപ്പുണരുമ്പോൾ ചില ആളുകൾ, ചില മലയാള പ്രഭാഷണങ്ങൾ മുമ്പിൽ നിന്ന് നടക്കുന്നത് അരോചകമായി തോന്നുകയാണ്. ഇത്രയും സന്ദർഭത്തിൽ പറയുന്നുള്ളൂ, സർവശക്തനായ ജഗന്നിയന്താവ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നല്ല രീതിയിൽ മഹാന്മാര് കാണിച്ചിരുന്ന പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.